അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന വാക്ക് നോക്ക് നിങ്ങൾ. ആർക്കെങ്കിലും സൗകര്യം ഉണ്ടായി, സാമ്പത്തികമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി, അവിടുത്തെ എല്ലാ നിയമങ്ങളും അവർക്ക് അനുകൂലമായിട്ടുണ്ട്, ഒരു പ്രതികൂല സാഹചര്യങ്ങളും ഇല്ല, എന്നിട്ടും അതേ അവനൊരിക്കലും അവൻ ഉളുഹിയ അറുത്തില്ല, അവൻ ഉളുഹിയത്ത് കർമ്മത്തിന് വേണ്ടി അവൻ മുന്നിട്ട് വന്നിട്ടില്ല. എന്നാൽ ഫലാ യഖറബന്ന മുസല്ലാനാ, ഓന്റെ കൂടെ നിസ്കരിക്കാൻ വരണ്ട, ഓന്റെ കൂടെ നിസ്കരിക്കാൻ അങ്ങോട്ട് വരണ്ട, ഓൻ അവിടെ നോട്ട്. ഈ വലിയൊരുന്നാളായിട്ട് ഓനക്ക് അറക്കാൻ എല്ലാ സൗകര്യം ഉണ്ടായിട്ട് ഓനക്ക് ഒരു മൃഗത്തെ അറക്കാൻ കഴിഞ്ഞില്ലേ, ഒരു ഷെയർ കൂടാൻ കഴിഞ്ഞില്ല. എന്നിട്ട് വലിയ ആളായിട്ട് നിസ്കരിക്കാൻ വരും. ഗൗരവത്തിലാണ് ആ വാക്ക്. നിസ്കരിക്കാൻ വരണ്ടെന്നൊന്നല്ല, അങ്ങനെ അറക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് നീ അറക്കും മോനെ, ഒന്ന് നല്ല പോങ്കിലൊന്ന് അറക്ക്, അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞത്. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവൻക്ക് അന്നത്തെ ദിവസവും കുടുംബത്തിന്റെ കാര്യമൊക്കെ ചെലവും മറ്റൊക്കെ കഴിച്ചിട്ട് ബാക്കിയുണ്ട് 200 ദിർഹം മിച്ചുണ്ടെങ്കിൽ ഏകദേശം ഒരു 17,000 റുപ്യ ഇന്നത്തെ വില നോക്കുകയാണെങ്കിൽ 16 സംതിങ് ഒക്കെ വരും. ഓനക്ക് നിർബന്ധമാണ് ഉളുഹിയ. ശാഫിഈ മദ്ഹബിൽ മുഅക്കദായ സുന്നത്താണ്. അത് സുന്നത്തല്ലേ ഉള്ളൂ. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ സുന്നത്തിനെ തള്ളല്. അത് സുന്നത്തല്ലേ. സുന്നത്ത് എന്താ ആര് ചെയ്യാനുള്ളതാ? നമുക്കുള്ള തന്നെയല്ലേ. പിന്നെ എന്താ നമ്മള് സുന്നത്ത് ജമാഅത്ത്? നമ്മളല്ലേ സുന്നത്ത് ജമാഅത്താവുള്ളൂ. താജുൽ ഉലമ പറയുന്നത് പോലെ അപ്പോഴല്ലേ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാവുള്ളൂ. ഫർള് മാത്രം ചെയ്യാനാ, നമ്മളെ അമലിന്റെ പോരായ്മകൾ തീരാനുള്ളതാ സുന്നത്ത്. നമ്മളെ ഫർള് നിസ്കാരത്തിലെ പോരായ്മകൾ തീരാനുള്ളതാ സുന്നത്ത് നിസ്കാരങ്ങൾ അല്ലേ. നമ്മളെ നോമ്പിന്റെ ഓരോ പോരായ്മകൾ തീരാനുള്ളതാണ് ഓരോ അമലുകളും. ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കുന്നതിലൂടെ നമ്മുടെ നോമ്പിന്റെ പോരായ്മ തീരാണ്. സുന്നത്തായ കർമ്മങ്ങളിലൂടെയാണ് ഒരു മുഅ്മിനായ മനുഷ്യർക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സാമ്പത്തികമായി കഴിവുള്ളവർ ഒരു ആടിനെങ്കിലും ഇറക്കി കുടുംബത്തിലെങ്കിലും, അല്ലെങ്കിൽ ഒരു മാടില് ഷെയർ കൂടി, വലിയ അമലാണ്. നാളെ മീസാനിൽ കനം തൂങ്ങുന്ന അമലാണ്. സിറാത്ത് പാലം വിട്ടുകിടക്കാൻ ഇത് മതിയാകും, അത്ര വലിയ അമലാണ്. നിനക്ക് നാളെ സഞ്ചരിക്കാനുള്ള വാഹനമായിട്ട് തന്നെ വരും. അതുകൊണ്ട് ഒരിക്കലും അതിൽ നിന്ന് ബാക്കോട്ടടിക്കരുത് എന്ന് സാന്ദർഭികമായി ഉറപ്പെടുത്തുകയാണ്. ഇതും സാമ്പത്തികമായി നമ്മൾ ചെയ്തു വിട്ടേണ്ട നന്ദിയുടെ ഒരു ഭാഗമാണ്. അള്ളാഹു നിന്റെ ജീവിതത്തിൽ ബറക്കത്ത് തരും, വലിയ സന്തോഷം തരും, വലിയ അഭിവൃദ്ധി തരും. അൽഹംദുലില്ലാഹ്, സയ്യിദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് എത്തി. അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അല്ലാഹു തആല അവിടത്തേക്ക് എല്ലാ ഹിമ്മത്തും തൗഫീഖും ഏറ്റി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സാദാത്തീങ്ങളെ മഹബ്ബത്ത് വെക്കാനും അതിലൂടെ ഇരുലോകത്തും വിജയിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.